വിസ മാറ്റുന്നതിനുള്ള ഫീസ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബഹ്റൈൻ. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 2014 ബന്ധപ്പെട്ട ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. ഈ മാസം 19-നാണ് ഒഫീഷ്യൽ ഗസറ്റിൽ ഉത്തരവ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അന്നു മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നുവെന്നാണ് അധികൃതർ അറിയിച്ചത്. വിസിറ്റിംഗ് വിസ വർക്ക് വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസ് നേരത്തെ 60 ദിനാർ ആയിരുന്നു. ഇപ്പോൾ 250 ദിനാർ ആക്കിയാണ് വർദ്ധിപ്പിച്ചത്. സ്പോൺസർ മാറാതെയുള്ള വിസ മാറ്റത്തിനുള്ള ഫീസാണ് വർദ്ധിപ്പിച്ചത്. 400% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. വിസിറ്റ് വിസ ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസിലും മാറ്റമുണ്ട്. ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ വർക്ക് വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസും പുതുക്കി. 2 വിസ മാറ്റത്തിനും 250 ദിർഹമാണ് പുതിയ ഫീസ്. ബഹ്റൈനിലെത്തിയ ശേഷം വിസ മാറ്റുന്നതിനുള്ള നിരക്കുകളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ബഹ്റൈനിൽ വിസ ഓൺ അറൈവൽ സൗകര്യം വീണ്ടും ലഭ്യമായി തുടങ്ങിയെന്ന വിവരവും പുറത്തുവന്നു. സൗദി അറേബ്യയിലെത്തുന്ന പ്രവാസി കുടുംബങ്ങൾ വിസ പുതുക്കാൻ വേണ്ടി നേരത്തെ ബഹ്റൈനിൽ പോകുമായിരുന്നു. ഇടക്കാലത്ത് ഈ സൗകര്യം നിലച്ചു. പ്രവാസി കുടുംബങ്ങളെ ഇത് ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ നിലവിൽ വിസ ഓൺ അറൈവൽ ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ്. വിസ പുതുക്കാൻ സഹായിക്കുന്ന നൌഷാദ് എറണാകുളത്തെ ഉദ്ധരിച്ച് അറേബ്യൻ മലയാളി എന്ന വെബ്സൈറ്റാണ് ഈ വിവരം പങ്കുവച്ചത്. അതേസമയം മറ്റൊരു ആശങ്കയിലാണ് പ്രവാസികളെന്ന്. UAE പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് മാസങ്ങൾക്ക് മുൻപ് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഡിസംബർ 31-നകം നിശ്ചിത എണ്ണം ജോലി സ്വദേശികൾക്ക് നൽകണം എന്നായിരുന്നു ആ നിർദ്ദേശം. ഡിസംബർ 31 അടുക്കവേ സർക്കാർ ഇക്കാര്യം ആവർത്തിച്ച് ഉണർത്തിയിരിക്കുകയാണ്. ഇതോടെ തങ്ങളുടെ ജോലി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. 50-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ കമ്പനികളിൽ 2% ജോലി സ്വദേശികൾക്ക് നൽകണം എന്നാണ് നിബന്ധന. 20 മുതൽ 49 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഒരു സ്വദേശിയെ നിയമിക്കണമെന്നും ഈ വർഷം ജനുവരിക്ക് മുൻപ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്വദേശിയെ തുടരാൻ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. സ്വദേശികൾക്ക് ജോലി നൽകുന്നതിൽ നേരത്തെ കമ്പനികൾ വിമുഖത കാണിച്ചിരുന്നു. ഉയർന്ന ശമ്പളം നൽകേണ്ടി വരുന്നതാണ് അവരെ പിന്നോട്ടടിപ്പിച്ചത്. മാത്രമല്ല, കമ്പനികളുടെ ചിലവ് വർദ്ധിക്കുമെന്നതും തിരിച്ചടിയായി കണക്കാക്കിയിരുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശം പാലിക്കാതെ കമ്പനികൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് വഴി വിദേശികൾക്ക് വൻതോതിൽ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ട. എങ്കിലും കമ്പനികൾ സാമ്പത്തിക ക്രമീകരണത്തിന്റെ ഭാഗമായി ചില നടപടികൾ സ്വീകരിച്ചേക്കാം. വിദഗ്ധ തൊഴിലാളികളെയാണ് പുതിയ നടപടികൾ ബാധിക്കുക. ഘട്ടങ്ങളായി കമ്പനികളിലെ സ്വദേശികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വരും വർഷങ്ങളിലും പ്രതീക്ഷിക്കാം.